വേദയുടെയും വിക്രമിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. നന്ദിനിയെ കൊണ്ട് അടിച്ചു വാരാൻ പറയുന്നുണ്ട് വിനായകൻ. അപ്പോൾ നന്ദിനിയാണെങ്കിലും വിനായകൻ്റെ അടുത്ത് പറയാണ്, ഞാൻ അടിച്ചു വാരിയത് തന്നെ, ഞാൻ അടിച്ചു വാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ച് നിൽക്കുമ്പോൾ വിനായകൻ ഒന്നുകൂടി ചൂടായിട്ട് പറയും, പ്ലീസ് നന്ദിനി ഒന്ന് അടിച്ചു വാരി എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇവള് പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കാൻ നിൽക്കുന്നത്? അങ്ങനെ നിങ്ങൾ അടിച്ചു വാരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ വിനായകൻ വീണ്ടും പറയുന്നുണ്ട്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്ന് എനിക്ക് ഒന്നുമില്ല എന്നുകൂടി പറയുന്ന സമയത്ത് വിനായകന് ദേഷ്യം വന്ന് നന്ദിനിക്ക് മുഖത്തിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ നന്ദിനി എന്തായാലും അടിച്ചു വാരുമല്ലോ. എന്നിട്ട് പിന്നെ നന്ദിനി ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വാരാനായിട്ട് ചെല്ലുന്നു. റൂമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം കൊണ്ടൊക്കെ ഉരച്ച് കഴുകി തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വിശ്വം പറയുന്നുണ്ട്, നന്ദിനി നല്ല വൃത്തിയായിട്ടുണ്ട് തുടച്ചതൊക്കെ എന്ന് പറയുന്നതോടുകൂടി നന്ദിനിക്ക് ദേഷ്യം വരുന്നു. നന്ദിനി ആ ഒരു പണി കഴിഞ്ഞ് അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോകുകയാണ്. എന്നിട്ട് പിന്നെ റൂമിൽ കയറി വാതിലടയ്ക്കാൻ നേരത്ത് വിനായകൻ വന്ന് പറയും, അടയ്ക്കല്ലേ നന്ദിനി, അടയ്ക്കല്ലേ, പിണങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡോറ് അടയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു നന്ദിനി. പക്ഷേ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നിട്ട് പിന്നെ വിനായകൻ ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട് നന്ദിനിയോട്, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, നിന്നെ അനുസരിപ്പിക്കാൻ കഴിയാത്ത ഒരു മൊണ്ണൻ ഭർത്താവാണെന്ന് എന്നെ പറയുമോ എന്നുള്ളൊരു ഭയം കൊണ്ടും ആ ഒരു കോംപ്ലക്സ് കൊണ്ടുമാണ് ഞാൻ അടിച്ചു പോയത്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയാണെങ്കിലും അവളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അവൾ പറഞ്ഞത് കൊണ്ടാണല്ലോ എന്നോട് അടിച്ചു വരാനൊക്കെ പറഞ്ഞത്. എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ നന്നായി അവളെ പേടിക്കുന്നുണ്ട്, അതെന്താണെന്ന് പറഞ്ഞോ എന്നിങ്ങനെ ഒരുപാട് തവണ ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, എന്നെ വേദ പെൺകോന്തിനെന്ന് വിളിച്ചു, മൊണ്ണനെന്നും പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നന്ദിനി, അവൾ അങ്ങനെ പറഞ്ഞോ? അവളെ ഞാനിപ്പോൾ വെച്ചേക്കില്ലേ, ഞാനിപ്പോൾ തന്നെ പോയി ചോദിക്കുമെന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ ചോദിക്കല്ലേ എന്നിങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതല്ല സത്യം എന്ന് നമുക്കറിയാം, നന്ദിനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് വിനായകൻ പറഞ്ഞൊരു കള്ളമാണത്. അപ്പോൾ നന്ദിനി വീണ്ടും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജ വിനായകൻ്റെ അടുത്ത് കട്ടിലൊന്ന് പിടിച്ചിടാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ കട്ടിലൊക്കെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ നന്ദിനി ഒരു കാര്യം തീർച്ചപ്പെടുത്തുകയാണ്, എന്നിൽ നിന്നും എന്തോ വിനായകൻ ചേട്ടൻ മറച്ചു വെക്കുന്നുണ്ട്, ആ ഒരു സത്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് നന്ദിനിയാണെങ്കിലും പുറപ്പെടുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് കട്ടിലെല്ലാം കൊണ്ടിടുന്നു. അതിനുശേഷം നന്ദിനിയും ശ്രീജയും തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ശ്രീജിയോട് പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പോയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പോയി പറഞ്ഞപ്പോൾ അച്ഛൻ നല്ല ദേഷ്യത്തിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തു പറ്റി എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ശ്രീജ പറയണ, അപ്പോൾ നന്ദിനി ആയിരുന്നില്ലേ ഇങ്ങനെ പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നന്ദിനി ആണെങ്കിലും പറയുന്നുണ്ട്, ഇത് ശ്രീജയുടെ അടുത്ത് വിചാരിക്കുന്ന പോലെയല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നന്ദിനി ആണെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രീജ പറയുന്നുണ്ട്, ഈ വീട്ടിലിപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാവരും ഇപ്പോൾ സമാധാനത്തിൽ ജീവിക്കുന്നത് കാണുന്നത് നിനക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീജിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല നന്ദിനിയുടെ സംസാരം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് വേദയും വിക്രമും. അവർ തൊഴുത് കഴിഞ്ഞ് നമ്പൂതിരിയുടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിക്കുന്നു. അപ്പോൾ ആ ഒരു ചന്ദനം വേദ വിക്രമിന് തൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ നടന്നു വരുമ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാ എന്നൊക്കെ പറയുന്നു. പിന്നെ അമ്പലത്തിൽ വരുന്നതിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രമിന്. നമ്മൾ അമ്പലത്തിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആത്മശാന്തിക്ക് ഉള്ള ഒരു സ്ഥലമാണ് അമ്പലം. അതുപോലെ തന്നെ വെറുതെ വന്ന് തൊഴുത് പോകാനുള്ള സ്ഥലമല്ല, ദൈവം എന്നുള്ളത് നമ്മുടെ മനസ്സിലും കൂടി ഉണ്ടാകണം, ആത്മീയ ചൈതന്യം നിലനിർത്താനും കൂടിയാണ് അമ്പലത്തിൽ വരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അമ്പലത്തിൽ വരുന്നതിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ വേദവിക്രമൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവിടെ ആൽത്തറയിലിരുന്ന് സംസാരിച്ചതിന് ശേഷം വേദ വിക്രമനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ വീട് നിങ്ങളുടെ കുട്ടിക്കാലത്തെ പോലെ ആകണമെന്നല്ലേ ചോദിക്കുന്നു, നിങ്ങൾ അച്ഛനും മകനും കൂട്ടുകാരെ പോലെ ആയിരുന്നില്ലേ, എൻ്റെ അടുത്ത് ശ്രീജയടുത്തി പറഞ്ഞായിരുന്നു, എനിക്കത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. ഈ ഒരു മണ്ഡലമാസം അതിനൊരു നിമിത്തമാകണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു, എനിക്കെല്ലാം പഴയ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് ഒറ്റ വഴിയുള്ളൂ, നിങ്ങളെല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ
വേദ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിലും പറയുന്നുണ്ട് പഴയ കാലം നല്ല രസമുള്ള കാര്യം തന്നെയായിരുന്നു, പക്ഷേ ഒരിക്കലും അങ്ങനെ ആവുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ ശ്രീനിവാസനെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വേദയ്ക്ക് വിക്രം ഒരു കഥ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ അച്ഛനെ കാണാതായതും അവിടെയുള്ള ഒരാൾ അച്ഛൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ച് കൊടുത്തതും ആ ഒരു കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീനിവാസനുമായിട്ട് കണക്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വിക്രം. അങ്ങനെ എന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയ സമയത്ത്, എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് വേദയോട് വിക്രം തീർത്ത് പറയുകയാണേ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാറിൽ ഗുണ്ടകൾ വന്ന് ഇറങ്ങുകയാണ്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി അവസാനിക്കുന്നത്. നാളത്തെ സ്റ്റോറി ഒരു അടിപൊളി സ്റ്റോറിയാണ്. അതായത് അവിടെ വിക്രമിനെ വന്നിങ്ങനെ ഗുണ്ടകൾ ഉപദ്രവിക്കുമ്പോൾ വേദയായിരിക്കും മറഞ്ഞു നിൽക്കുന്നത്. ആ സമയത്ത് മറ്റേ വാസവൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, തൻ്റെ ഭർത്താവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ഭാര്യയുടെ കടമ കൊണ്ട് കുലസ്ത്രീ ചമയുകയാണോ അതോ ഇവനോടുള്ള ശരിക്കുമുള്ള പ്രണയമാണോ നിനക്ക് എന്നിങ്ങനെയൊക്കെ വേദയോട് ചോദിക്കുന്നു. എന്നിട്ട് പിന്നെ വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട് വിക്രത്തിന്. അപ്പോൾ വിക്രം ഇങ്ങനെ താഴെ ഇരിക്കുന്നു. വേദയാണെങ്കിൽ വിക്രമിൻ്റെ തോളിൽ തലയും വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിക്രത്തിന് ഇപ്പോൾ മാലയിട്ടത് കൊണ്ട് അടിക്കാനൊന്നും പറ്റില്ലല്ലോ, അവരുടെ അടിയും കൊണ്ടു. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ വേദയ്ക്കുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിലും വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിക്ക്. വേദയാണെങ്കിൽ കരഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അച്ഛനറിയരുത് എന്നുള്ള രീതിക്ക് വേദ സംസാരിക്കുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും പറയുന്നുണ്ട്, മാലയിട്ട് കഴിഞ്ഞാൽ നുണ പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഒരു അടിപൊളി സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.